അമ്മേ അമ്മേനെ ഞാൻ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നേ? ആ കൊച്ചിനെയും പിടിച്ചോണ്ട് അവിടെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അമ്മ എന്നിട്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുവാണോ അമ്മ കൊച്ചുങ്ങളുടെ കൂടെ? മോനെ, ഞാൻ എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടോ? ഇതിപ്പോൾ എൻ്റെ ആൾക്കാർ, എൻ്റെ കൂടപ്പുറപ്പും എല്ലാവരും വന്നതുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഈ വെള്ളത്തിൽ വന്ന് ഇച്ചിരി നേരം. അതുങ്ങളും ഇത് നിൻ്റെ കൊച്ചു മാത്രമല്ല കുഞ്ഞ്, ഇത് എൻ്റെ മോൻ്റെ കുഞ്ഞും കൂടിയല്ലേ. അവർക്കുടെ ഒരു സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കൊന്നും വന്ന് ഇതുപോലെ വന്നിരിക്കുന്നുണ്ടോ? പിന്നെ നീ ഈ തൊട്ടത് 90 ഈ വഴക്ക് പറയണ എന്തിനായിരിക്കുന്നേ? വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ. അപ്പം ഞാൻ എൻ്റെ സന്തോഷത്തിന് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇച്ചിരി നേരമല്ലേ ഇവിടെ ഇതിൽ നിൽക്കുന്നുള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും പഴയപടി ഓരോ പണിയും ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വരും. ബടി വേണോ? ബടി അമ്മ തരാം. എല്ലാത്തിനും തിരിച്ചു പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും കേൾക്കത്തുമില്ല. നിങ്ങൾക്ക് കാലുവേനയാന്ന് പറ കേട്ടോ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. എനിക്ക് എൻ്റെ കുഞ്ഞു മക്കളെ, അമ്മയ്ക്ക് എന്ത് വേദന എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും നീ എന്തെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ തന്നെ അനുഭവിക്കണം, ഞാൻ തന്നെ വിഷമിക്കണം. അല്ലാതെ ഞാനൊന്ന് എന്ത് പറഞ്ഞാലും എന്തെങ്കിലും നീ ഒരു ശരി അമ്മേ ചെയ്തു തരാം, ഒന്ന് തിരുമ്മി തരാം, എണ്ണ തരാം, എന്താണേലും നിനക്ക് അറപ്പാണ്. അപ്പോൾ പിന്നെ എനിക്ക് വേദന വന്നാൽ നിനക്ക് എന്ത് മകളെ? എന്തോ പോകാൻ പോ. ഇനി അവരുടെ മുമ്പിൽ മോന്തെ ഒന്നും വീർപ്പിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട കേട്ടല്ലോ. നീ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ. പോവാന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. മക്കളെ പോകാം, നമുക്ക് മോനെ, എൻ്റെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ തീരുമാനിക്കുന്നതും ചെയ്യുന്നതും ഞാനാ. അത് നീ എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞാലും തീരുമാനിക്കണം അവകാശവും അധികാരവും എനിക്കുണ്ട്. ഇനി ഓരോ കാര്യങ്ങളും ഇത് തന്നെയൊക്കെ ആയിരിക്കും എൻ്റെ മറുപടി എന്ന് ഓർത്ത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ എനിക്ക് ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അത് മനസ്സിലാക്കിയാൽ നിനക്കും കൂടെ നല്ലത്. എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം ബാക്കി. എല്ലാവരും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല നിങ്ങളുടെ അടുത്ത്.